Arpit, Anish, Anirudh. Okay. Last class, some problems discuss based on the previous university question. Okay, Anish. Then, we just fourth module start. Problems, discuss university exam time discuss. In the fourth unit introduction. Okay, but basically, we have an idea. In the first module, we have main components of the computer. Then, second unit onwards, we have design of processor, then design of logic unit, then design of arithmetic unit. This is we discuss. Ini നമുക്ക് main ആയിട്ട് അറിയുന്ന ഒരു part ഉണ്ട് controller എല്ലാരും പറയുന്നു controller unit of a computer. അപ്പം എന്തായിരുന്നു main function of a controller? അമൽ രവീന്ദ്രൻ, controller എന്ന് പറഞ്ഞാൽ എന്താ? കൺട്രോൾ സിഗ്നൽസ് എല്ലാം ഇതാക്കുന്നത്. ഓക്കെ, കൺട്രോളർ ജനറേറ്റ് കൺട്രോൾ സിഗ്നൽസ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പെരിഫറൽ ഡിവൈസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോളർ ആണ്. അപ്പം ഈ ഒരു മൊഡ്യൂളിൽ, ഫോർത്ത് മൊഡ്യൂളിൽ മെയിൻ ഡിസ്കഷൻ വരുന്നത് ഹൗ കൺട്രോൾ ലോജിക് ഡിസൈൻ ആണ്, ഹൗ കൺട്രോളർ ഈസ് ഓർഗനൈസ്ഡ്, ദെൻ ഡിസൈൻ ഓഫ് ഡിസൈൻ. നമുക്ക് രണ്ട് മെക്കാനിസം, വി ക്യാൻ ഗോ ഫോർ ഹാർഡ്വെയർഡ് കൺട്രോൾ, ഫുള്ളി ഹാർഡ്വെയർ കോമ്പണൻസ് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫുൾ ഹാർഡ്വെയർ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ മൈക്രോ പ്രോഗ്രാംസ് യൂസ് ചെയ്തിട്ടും നമുക്ക് കൺട്രോൾ ചെയ്യാം. രണ്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സൈഡ് ഹെഡിങ് എഴുതാം. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ. ഫോർത്ത് മൊഡ്യൂൾ കൺട്രോൾ ലോജിക് ഡിസൈൻ. കൺട്രോൾ ലോജിക് ഡിസൈൻ. ഓക്കെ, ജസ്റ്റ് ഒരു തിയറി പറയാം. നോർമലി കമ്പ്യൂട്ടർ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്? കമ്പ്യൂട്ടർ പെർഫോമിംഗ് ടാസ്ക് ബേസ്ഡ് ഓൺ ദി യൂസർ ഇൻസ്ട്രക്ഷൻ. യൂസർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസ്, ഇപ്പൊ ആപ്ലിക്കേഷൻ ആണെങ്കിലും സോഫ്റ്റ്വെയർ ആണെങ്കിലും എന്താണെങ്കിലും ഇറ്റ്സ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം, പ്രീ ഡിഫൈൻഡ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടർ ടാസ്ക് പെർഫോം ചെയ്യുന്നു. ദെൻ സർട്ടൻ കണ്ടീഷൻ ഇറ്റ് ക്യാൻ ആക്സസ് സം ഇൻപുട്ട് ഫ്രം ദി യൂസർ, അല്ലെങ്കിൽ വേറൊരു കമ്പ്യൂട്ടറിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡാറ്റ പ്രോസസിംഗ് ടൈമിൽ ഇൻപുട്ട് ടേക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. ദെൻ എല്ലാ ഇൻസ്ട്രക്ഷൻസും ഓൾറെഡി സ്റ്റോർഡ് ആയിട്ടുള്ളത് മെമ്മറിയിലാണെന്ന് അറിയാം. ഇനി ഇൻസ്ട്രക്ഷൻ നമ്മൾ പെർഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, ദെൻ വി ഹാവ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ. ഡീകോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എന്ത് ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണം. അതിനെയാണ് നമ്മൾ ഡീകോഡ് ചെയ്യാന്ന് പറയാം. ആഫ്റ്റർ വി ഹാവ് ടു പെർഫോം എക്സിക്യൂഷൻ പെർഫോം ചെയ്യണം. ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ റിസൾട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ ഫ്ലോ. ഇതൊക്കെ ഓർമ്മയില്ലേ? ആദിത്യ, അനിരുദ്ധ്, അരോമൽ. ഓക്കെ, നമുക്ക് വേണ്ട ഇങ്ങനെ എല്ലാ ടാസ്കുകളും ഫെച്ച് ചെയ്യണം, ഡീകോഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം. ഇതൊക്കെ ശരിക്കും എന്താണ്? ഓരോരോ മൈക്രോ ഓപ്പറേഷൻസ് ആണ്. ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മളെ കൺട്രോളർ യൂണിറ്റ് ആണ്. അപ്പം ഫസ്റ്റ് 3 പോയിന്റ്സ് അവിടെ എഴുതി വെക്കുക. കൺട്രോളർ യൂണിറ്റ് ഹാസ് 3 ജോബ്സ്. Controller unit has 3 jobs. First one, deciding which instruction to carry out next. Deciding which instruction to carry out next. Then, next, decode the instruction. Decode the instruction. Then, third one, execute the instruction.
എക്സിക്യൂട്ട് ദി ഇൻസ്ട്രക്ഷൻ. അപ്പം ഇത്രയും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മെമ്മറിയിൽ ഇൻഫോർമേഷൻ ഉണ്ട്, ഇറ്റ് ഹാസ് ടു ബി ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി, ദെൻ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പം ഈ ഓർഡർ ഏത് ഓർഡറിലാണ്, സീക്വൻസ് ഏത് സീക്വൻസിലാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന് ഓർഡർ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? കൺട്രോളർ യൂണിറ്റ് ആണ്. കൺട്രോളർ യൂണിറ്റ് ആണ്. ഒരു പഴയ ഡയഗ്രാം നിങ്ങൾ ഓർത്തിരിക്കുക. സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. സ്ക്രീൻ ഓക്കെ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. അപ്പം കൺട്രോളർ യൂണിറ്റിന്റെ ഫങ്ഷൻസ് എഴുതുക. ഈ പറഞ്ഞ കാര്യങ്ങൾ: ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. ഇതൊന്നും ചെയ്യുന്നത് കൺട്രോളർ അല്ല, പക്ഷെ ഇതൊക്കെ പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്? കൺട്രോളർ ആണ്. പഴയ ഒരു ഡയഗ്രാം ഓർത്തിരിക്കാം. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ വരക്കാം. വി ഹാവ് CPU എന്ന് പറയുന്ന നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കൺട്രോളർ യൂണിറ്റ് എല്ലാം കണക്ട് ചെയ്യുന്നു. ആ ഒരു ഡയഗ്രാം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് തോന്നുന്നു. ആ ഡയഗ്രാം ഇതിലില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാം. Here we have the diagram. ഈ ഒരു ഡയഗ്രാം നിങ്ങൾ നോക്കുക. ബേസിക് സ്ട്രക്ചർ ഓഫ് എ കമ്പ്യൂട്ടർ. അതിൽ ഇറ്റ്സെൽഫ് തന്നെ നമുക്ക് കൺട്രോളർ യൂണിറ്റ് ഇൻസൈഡ് CPU ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കൺട്രോളർ യൂണിറ്റ് എല്ലാ ഇതിൽ ടേക്ക് പ്ലേസ് ചെയ്യുന്ന എല്ലാ ആക്ഷൻസും, മേ ബി ഡാറ്റ മൂവ്മെന്റ് ഓപ്പറേഷൻ, രജിസ്റ്റർ ഓപ്പറേഷൻ, അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ, എന്ത് ഓപ്പറേഷൻസ് ആണെങ്കിലും അത് പെർഫോം ചെയ്യാനുള്ള ആ ഒരു സീക്വൻസ് ഓർ കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് കൺട്രോളർ ആണ്. നമ്മൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് വരും. ഇപ്പൊ ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഡയഗ്രാം ഓർമ്മയില്ലേ ഞാനിപ്പോ കാണിച്ചേ? പ്രസൻസ് ഓഫ് കൺട്രോളർ. ഈ ഒരു യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റർ നോക്കുക. ഓക്കെ അല്ലേ? ഈ ഒരു സ്ലൈഡ് പോയിന്റ്സ് എഴുതിയില്ലേ? അഖിൽ കെ, അനുപമ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, അതിന്റെ ഡിസൈൻ എന്താണ്, പർപ്പസ് അത് ചെയ്യുന്നത്, അതിന്റെ ഡിസൈൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് നോക്കുക. our control information or control signal or command signal used to specify or order sequence of micro operation. കമ്പ്യൂട്ടറിലെ ഡിഫറെന്റ് ടാസ്ക് പെർഫോം ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയാം. വി ഹാവ് ടു എക്സിക്യൂട്ട് ആൻ അരിത്തമെറ്റിക് ഇൻസ്ട്രക്ഷൻ ആഡ് A, B. നമുക്ക് പെർഫോം ചെയ്യണേൽ അതൊരു സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ആണ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. ആ ഇൻസ്ട്രക്ഷനെ ആഡ് A, B എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യണം. ദെൻ അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു കൺട്രോൾ സിഗ്നൽ വേണം. നമുക്കറിയാം, ഇൻ ഓർഡർ ടു ഫെച്ച് എ ഡാറ്റ ഫ്രം ദി മെമ്മറി നമ്മൾ എന്ത് ചെയ്യണം? റീഡ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം. അപ്പൊ അവിടെ തന്നെ നമുക്കൊരു സിഗ്നൽ വേണ്ടി വന്നു. ശരിയല്ലേ? ദെൻ നമ്മൾ പറഞ്ഞു ഓരോ ഇൻസ്ട്രക്ഷൻസും പെർഫോം ചെയ്യുന്നത് ഓരോ ക്ലോക്ക് സൈക്കിളിലാണ്. ആഫ്റ്റർ ദാറ്റ് ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി വി ഹാവ് ടു ഡീകോഡ് ദി ഇൻസ്ട്രക്ഷൻ. അപ്പം ആ ഒരു സീക്വൻസ്, അതിനുവേണ്ടി ഒരു ക്ലോക്ക് സൈക്കിൾ, ഒരു ക്ലോക്ക് പൾസ് നമ്മൾ ജനറേറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് സ്റ്റേജ് ഈസ് എക്സിക്യൂഷൻ. എക്സിക്യൂഷന് വേണ്ടി നമ്മൾ 1 or more ക്ലോക്ക് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യണം. ദെൻ റൈറ്റ് ബാക്ക്. ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? ഓരോ സ്റ്റേജസും ഓരോരോ ടാസ്ക് നമ്മളെ പ്രോസസ്സർ ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ മാനേജ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ആരാണ് ജനറേറ്റ് ചെയ്യുന്നത്? നമ്മുടെ കൺട്രോളർ ആണ്.
ക്ലിയർ ആണോ? ഇനി നമ്മൾ ഫസ്റ്റ് പഠിച്ച കാര്യം, വി ഹാവ് ഡിസ്കസ്ഡ് ദ ഡിസൈൻ ഓഫ് പ്രൊസസ്സർ, ഡിസൈൻ ഓഫ് ലോജിക് യൂണിറ്റ്. ഇതൊക്കെ അരിത്തമെറ്റിക് യൂണിറ്റ് ഒക്കെ നമ്മൾ പെർഫോം ചെയ്തു. ഇവരൊക്കെ പെർഫോം ചെയ്യുന്ന എന്താ? അരിത്തമെറ്റിക് യൂണിറ്റ് പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ. ലോജിക് യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആഡ്, സോറി, ഓരോ നോട്ട് പോലുള്ള ലോജിക് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നു. ആൻഡ് അവർ കൺട്രോൾ പ്രൊവൈഡ് ചെയ്യുന്നതും ജനറേറ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ കൺട്രോളർ ആണ്. ഒരു പോയിന്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആണോ? അശ്വിൻ ജഗദീഷ്, ഫാത്തിമ റംഷാദ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഖദീജ ഷിറിൻ. റംഷാദ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? വാട്ട് ഈസ് എ കൺട്രോളർ? വാട്ട് ഈസ് എ കൺട്രോളർ? കമ്പ്യൂട്ടറിൽ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കോമ്പണൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് കൺട്രോളർ യൂണിറ്റ് ആണ്. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ കൺട്രോൾ സിഗ്നൽസ്. അതിൽ പെർഫോം ചെയ്യേണ്ട എല്ലാ ആക്ഷൻസിനെയും സീക്വൻസ് ചെയ്യുന്നത്, ഏത് ഓർഡറിലാണ് അത് പെർഫോം ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് കൺട്രോളർ ആണ്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ് സിഗ്നൽ ഫോർ പെർഫോമിംഗ് ഡിഫറെന്റ് മൈക്രോ ഓപ്പറേഷൻ. മൈക്രോ ഓപ്പറേഷൻസ് എന്തൊക്കെയാവാം? മേ ബി ഷിഫ്റ്റ് ഓപ്പറേഷൻ, നമ്മുടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, മേ ബി ലോജിക് ഓപ്പറേഷൻ, രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്ന എല്ലാ ഓപ്പറേഷനെയും മാനേജ് ചെയ്യാനുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൺട്രോളർ യൂണിറ്റ് ആണ്. ക്ലിയർ ആയി തോന്നുന്നു? Then here we have a interaction diagram. First part it is control unit, second part is data path. നമ്മൾ പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് ജനറേറ്റ് കൺട്രോൾ സിഗ്നൽ എന്തിനൊക്കെയാണ്? താഴെ കണ്ടോ ബ്ലാക്കിങ്ങിൽ, ടു പെർഫോമിംഗ് ഇൻ ALU, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റിൽ പെർഫോം ചെയ്യുന്ന കൺട്രോൾ സിഗ്നൽസ്. ഓപ്പറേഷൻ, കമ്പാരിസൺ, ഇറ്റ് കമ്പൈൻ സർക്യൂട്ട് ആൻഡ് ബസ്സസ്, ടാസ്ക് പെർഫോംഡ് ഇൻ രജിസ്റ്റേഴ്സ്. ഇതൊക്കെ പെർഫോം ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ആരാണ് ജനറേറ്റ് ചെയ്യുന്നത്? ഡാറ്റ പെർഫോം ചെയ്തു. ആഫ്റ്റർ പെർഫോമിംഗ് ഓപ്പറേഷൻ ഒരു സ്റ്റാറ്റസ് വാല്യൂ ഉണ്ടാവും. സപ്പോസ് ഓവർഫ്ലോ ഉണ്ടാവാം, ഒരു ക്യാരി ഉണ്ടാവാം. ആ ഇൻഫർമേഷൻ കൂടി ആർക്ക്? കൺട്രോൾ യൂണിറ്റിന് കിട്ടുന്നുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട്, അതായത് കൺട്രോൾ യൂണിറ്റിനും ഇൻപുട്സ് ഉണ്ടെന്ന് ഓർക്കുക. സ്റ്റാറ്റസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കൺട്രോൾ യൂണിറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? സിഗ്നൽസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആഫ്റ്റർ പെർഫോമിംഗ് അഡീഷൻ ഒരു ക്യാരി വന്നെന്ന് കരുതുക. ആ ക്യാരിന്റെ ഇൻഫർമേഷൻ വെച്ച് വേറൊരു ടാസ്ക് ആണ് നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ അതിന്റെ കൺട്രോൾ സിഗ്നൽ ആര് ജനറേറ്റ് ചെയ്യണം? കൺട്രോൾ യൂണിറ്റ് തന്നെ ജനറേറ്റ് ചെയ്യണം. സോ നമ്മൾ നോക്കാം, ഇൻസൈഡ് ടുവേർഡ്സ് ദി കൺട്രോൾ യൂണിറ്റ് വി ഹാവ് ഇൻഫർമേഷൻ ലൈക്ക് സ്റ്റാറ്റസ് സിഗ്നൽ. അതൊന്ന് ഓർത്തിരിക്കുക. ദെൻ കൺട്രോൾ യൂണിറ്റ് പെർഫോം ചെയ്യുന്നത് സെലക്ട് മൈക്രോ ഓപ്പറേഷൻ, നേരത്തെ പറഞ്ഞ ഷിഫ്റ്റ് ഓർ അരിത്തമെറ്റിക് ലോജിക് ഓപ്പറേഷൻ. എല്ലാ ഓപ്പറേഷനും സെലക്ട് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ദെൻ ഇറ്റ് ഡിറ്റർമൈൻസ് ദി സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ ബേസ്ഡ് ഓൺ സ്റ്റാറ്റസ് ആൻഡ് ഇൻപുട്ട് സിഗ്നൽ. എന്ത് ടാസ്ക് ആണ് പെർഫോം ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷനെ വെച്ചിട്ട് സീക്വൻസ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. ഒരാളൊന്ന് കൺക്ലൂഡ് ചെയ്തേ. തുളസി, എന്താ മനസ്സിലായത് തുളസി? തുളസി ഉണ്ടോ അവിടെ? തനുശ്രീ, തേജ. തുളസി ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയോ, എന്താ മനസ്സിലായത്? റോൾ ഓഫ് കൺട്രോളർ. മിഥുൻ മോഹൻ, മുഹമ്മദ് സാലിഹ്, ഒരാൾ പറഞ്ഞേ, വാട്ട് ഈസ് കൺട്രോളർ?
ഒരാൾ റെസ്പോണ്ട് ചെയ്യട്ടോ. നന്ദിത. മൈക്കിലൊന്ന് സംസാരിക്കും ആരേലും. കൺട്രോളർ മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയാണ്. അർപ്പിത് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അർപ്പിത് മൈക്കില്. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? സെവിൻ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സെവിൻ, വാട്ട് ഈസ് കൺട്രോളർ? സർ, കൺട്രോൾ യൂണിറ്റ് കൺട്രോൾസ് ALU ഷിഫ്റ്റേഴ്സ് അങ്ങനെയല്ലേ? കൺട്രോളർ യൂണിറ്റ് ആക്ഷൻ പെർഫോംഡ് ഇൻ രജിസ്റ്റർ മാനേജ് ചെയ്യുന്നു. മൾട്ടിപ്ലക്സേഴ്സ് ആണെങ്കിലും ALU ഷിഫ്റ്റേഴ്സ് ഇതിലൊക്കെയുള്ള ടാസ്ക് മൈക്രോ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. സർ, പിന്നെ വരുന്ന സ്റ്റാറ്റസ് സിഗ്നൽസ് ഇല്ലേ, അതായത് ക്യാരി ഉണ്ടോ? ഓക്കെ, അതിനൊക്കെ ബേസ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതും കൺട്രോൾ യൂണിറ്റ് ആണ്. ഓക്കെ, താങ്ക് യു. ദെൻ ഓർത്തിരിക്കുക, ഈ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഇൻ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്നാലും റോൾ ഓഫ് കൺട്രോളർ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടി ഇത് പറയാം. ഓർത്തിരിക്കുക, ആക്ച്വലി ഹിയർ വി ആർ executing a code, which means processor fetch one instruction from the memory. Add instruction ആണെങ്കിൽ add instruction മെമ്മറിയിൽ ഫെച്ച് ചെയ്യുന്നു. ദെൻ ഓരോ ഇൻസ്ട്രക്ഷനും മെമ്മറിയിൽ സക്സസീവ് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ്. ഒരു പ്രോഗ്രാം നമ്മൾ മെമ്മറിയിൽ സേവ് ചെയ്യുമ്പോൾ ഇൻസ്ട്രക്ഷനെ നിയർ ബൈ ലൊക്കേഷനിലാണ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. സോ ആഫ്റ്റർ ഓൾ ഫെച്ചിങ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, ദെൻ വി ആർ ഇൻക്രിമെന്റിങ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ടു ഫെച്ച് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. അത് ഓർത്തിരിക്കുക. അപ്പം ഓരോ തവണയും ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു, നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് ആര് ഡിറ്റർമൈൻ ചെയ്യും? പ്രോഗ്രാം കൗണ്ടർ ഡിറ്റർമൈൻ ചെയ്യും. ദെൻ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുന്നു? അഡ്രസ് ലൊക്കേഷനിൽ പോയിട്ട് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നു. ആ ഒരു സീക്വൻസിലാണ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനെയും മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യുന്നത്, നമ്മൾ അതിനെ വർക്ക്ഔട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പം കോൺസെപ്റ്റ് ഇതാണ്. ബേസ്ഡ് ഓൺ ദി കണ്ടന്റ് ഇൻ PC, പ്രോഗ്രാം കൗണ്ടറിൽ ഉണ്ടാവുന്നത് ഒരു ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആണ്. ആഫ്റ്റർ ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, വി ആർ സേവിംഗ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇപ്പൊ റോൾ ഓഫ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ ഓർത്തിരിക്കുക. ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷനെയാണ് ഇവിടെ ഉണ്ടാവുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഉണ്ടാവുക. അപ്പം ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി അപ്ഡേറ്റഡ് ആവുന്നു. അതാണ് നമ്മളിവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാം കൗണ്ടർ അപ്ഡേറ്റഡ് ബൈ 4. 4 മീൻ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ നോർമലി പണ്ട് നമ്മളുള്ള ആർക്കിടെക്ചറിൽ ഇൻസ്ട്രക്ഷൻ ലെങ്ത് 32 ബിറ്റ് ആണ്, വിച്ച് മീൻസ് 4 ബൈറ്റ്. അതുകൊണ്ട് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റിംഗ് ബൈ 4. ഓരോ തവണ 4 ഇൻക്രിമെന്റ് ചെയ്യുമ്പോഴേ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷനെ നമുക്ക് ഫെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഫെച്ചിങ് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി, പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, ദെൻ ഇൻക്രിമെന്റിംഗ് പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ബൈ 4. അതാണ് ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം. അതൊന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? അശ്വിൻ, അനുപമ, ഫസ്ന. ഓക്കെ, നമ്മൾ ഫെച്ച് ചെയ്തു, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ പ്ലേസ് ചെയ്തു, ഇൻക്രിമെന്റഡ് പ്രോഗ്രാം കൗണ്ടർ, അത്രയും പറഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ്, ഈ ഒരു ഡയഗ്രാം നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഞാനൊരു ഡയഗ്രാം ഒന്ന് ഫുൾ സ്ക്രീൻ ഇടാം. ഈ ഒരു ഡയഗ്രാം പണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, റെപ്രസെന്റിങ് സിംഗിൾ ബസ് ഓർഗനൈസേഷൻ. അവിടെ നമ്മൾ പറയാൻ പോകുന്നത്, ഹിയർ വി ഹാവ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് യൂണിറ്റ്. എന്റെ പോയിന്റർ നോക്കുക. ദിസ് യൂണിറ്റ് ആക്ച്വലി ജനറേറ്റിംഗ് കൺട്രോൾ സിഗ്നൽസ് ഫോർ മാനേജിങ് ഡിഫറെന്റ് ആക്ഷൻസ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആണെങ്കിലും ലോജിക് ഓപ്പറേഷൻസ് ആണെങ്കിലും പെർഫോംഡ് ഇൻ ALU. അപ്പം ഇത് മാനേജ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ബൈ അവർ കൺട്രോൾ ലോജിക്. അവിടെയാണ് നമ്മൾ അതിന്റെ റോള് മനസ്സിലാക്കേണ്ടത്.
ഈ പോയിന്റർ നോക്കുക. ഹിയർ വി ഹാവ് എ കൺട്രോൾ ലോജിക് ജനറേറ്റിംഗ് സിഗ്നൽ. ഇയാളാണ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിലെ ഓരോ കോമ്പണൻസ് ഓർക്കുക. വി ഹാവ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസ്ഡ് ഓൺ ദി വാല്യൂ ഇൻ പ്രോഗ്രാം കൗണ്ടർ ആണ് നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷനെയും ഫെച്ച് ചെയ്യുന്നത്. ദെൻ വി ഹാവ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. എന്തായിരുന്നു സംഭവം? ഇൻ ഓർഡർ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എക്സ്റ്റേണൽ മെമ്മറി, ഇവിടെ ഒരു മെമ്മറി ഉണ്ട്, എക്സ്റ്റേണൽ മെമ്മറി. വി ഹാവ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ദെൻ ഇൻസ്ട്രക്ഷൻ ഫെച്ച്ഡ് ഫ്രം ദി മെമ്മറി നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നു? വി ആർ സ്റ്റോറിംഗ് ഇറ്റ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഇതാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ദെൻ ഹിയർ വി ഹാവ് ഡിഫറൻറ്റ് ജനറൽ പർപ്പസ് രജിസ്റ്റർ, R0, R1 അങ്ങനെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റർ ഉണ്ട്. ദെൻ വി ഹാവ് ടെമ്പററി രജിസ്റ്റേഴ്സ്, ടെമ്പ്, സെഡ്, വൈ, ഇതൊക്കെ ടെമ്പററി രജിസ്റ്റേഴ്സ് ആണ്. ദെൻ ഹിയർ വി ഹാവ് എൻ ALU പെർഫോമിംഗ് അരിത്തമെറ്റിക് ഓപ്പറേഷൻ, കാര്യങ്ങളൊക്കെ. ഈ ഒരു ഡയഗ്രാം ഓർമ്മയില്ലേ? റോൾ ഓഫ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ആൻഡ് കൺട്രോൾ ലോജിക് ജനറേറ്റ് സിഗ്നൽസ് ഫോർ സീക്വൻസിങ് ഡിഫറെന്റ് ഓപ്പറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ALU. അത് ഓർത്തിരിക്കുക. ALU പെർഫോം ചെയ്യേണ്ട എല്ലാ ടാസ്കിനെയും മോണിറ്റർ ചെയ്ത് മാനേജ് ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് ഓപ്പറേഷൻ ആവാം, മേ ബി ഷിഫ്റ്റ് ഓപ്പറേഷൻ, ലോജിക് ഓപ്പറേഷൻ, രജിസ്റ്റർ ട്രാൻസ്ഫർ ഓപ്പറേഷൻ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. എന്താണേലും അതിനെ സീക്വൻസ് ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ യൂണിറ്റ് ആണ്. ക്ലിയർ ആണോ? ലിയാന മറിയം, മിൻഹജ്, രോഹിത്, സങ്കീർത്തന, സങ്കീർത്തന, സേജൽ, സെവിൻ, ഷബിൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ കോമ്പണൻസ് തന്നെയാണ്. സ്ലൈഡ് ജസ്റ്റ് നോക്കുക. ഓക്കെ, സ്ലൈഡ് നോക്കുക. എക്സ്റ്റേണൽ മെമ്മറി കണക്റ്റഡ് ടു അവർ പ്രൊസസർ ബസ്. നമുക്കറിയാം എക്സ്റ്റേണൽ മെമ്മറി, ദിസ് ഈസ് അവർ എക്സ്റ്റേണൽ മെമ്മറി കണക്റ്റഡ് ടു അവർ പ്രൊസസർ ബസ് ത്രൂ MDR ആൻഡ് MAR. നിങ്ങൾ വരച്ചതാണ്, സീരീസ് എക്സാമിന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ MDR ഹാവ് 2 ഇൻപുട്ട് ആൻഡ് 2 ഔട്ട്പുട്ട് പോർട്ട്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഹാവ് ടു ടേക്ക് ഇൻപുട്ട് ഫ്രം ദി ബസ് ആൻഡ് പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു മെമ്മറി. അതുപോലെ തന്നെ മെമ്മറിയിൽ നിന്ന് ഡാറ്റ എടുത്ത് പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു ബസ്. അതുകൊണ്ട് 2 ഇൻപുട്ട് പോർട്ടും 2 ഔട്ട്പുട്ട് പോർട്ടും ഉണ്ടെന്ന് ഓർക്കുക. കണ്ടോ? MDRന് ഇൻപുട്ട് പോർട്ടും ഉണ്ട്, അതുപോലെ MDRന് ഇത് ആരോ റിവേഴ്സ് ആരോ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. കണ്ടോ? വിച്ച് മീൻസ് MDRലേക്ക് ഡാറ്റ പ്ലേസ് ചെയ്യാം, MDRന്ന് ഡാറ്റ നമുക്ക് തിരിച്ച് ബസ്സിലേക്ക് എടുക്കാം. അപ്പം അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അവിടെ ബ്ലൂ ലൈനിലെ കണ്ട ഡയഗ്രാം, കൺട്രോൾ ലൈൻസ് ഓഫ് ദി മെമ്മറി ബസ് ആർ കണക്റ്റഡ് ടു ദി ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആൻഡ് കൺട്രോൾ ലോജിക് ബ്ലോക്ക്. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ആൻഡ് കൺട്രോൾ ലോജിക് ബ്ലോക്ക്, ഈ ഒരു പാർട്ടാണ് റെസ്പോൺസിബിൾ ഫോർ ഇഷ്യൂയിങ് ദി സിഗ്നൽസ് ദാറ്റ് കൺട്രോൾ ദി ഓപ്പറേഷൻ ഓഫ് ഓൾ ദി യൂണിറ്റ് ഇൻസൈഡ് ദി പ്രൊസസർ. Which means this unit issuing the signal to manage all operations. Okay. Register transfer operation ആണെങ്കിൽ എന്താണ്? കണ്ടന്റ് അവൈലബിൾ ഇൻ രജിസ്റ്റർ ആണ്. അതിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കൺട്രോൾ സിഗ്നൽസ് ഇവിടുന്ന് വരും. പെർഫോം ചെയ്യാനുള്ള ALU ഓപ്പറേഷൻ പെർഫോം ചെയ്യാനുള്ള, കണ്ടോ, ALU കൺട്രോൾ ലൈൻസ് ഇവിടെ ഉണ്ട്. പെർഫോം ചെയ്യാനുള്ള സിഗ്നൽസും കൺട്രോൾ യൂണിറ്റ് കൊടുക്കും. മെമ്മറി റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻ വേണ്ട കൺട്രോൾ സിഗ്നൽസ് ആര് ജനറേറ്റ് ചെയ്യണം? എല്ലാം കൺട്രോൾ യൂണിറ്റ് വേണം ജനറേറ്റ് ചെയ്യാൻ. ക്ലിയർ ആണോ? വിഷ്ണു, വൈഷ്ണ, സിഷാജ്, ഋത്തിക്, ഋഷിൻ, നന്ദിത, നിവേദ്യ. ക്ലിയർ ആണോ? ഓക്കെ മോളെ, താങ്ക് യു. Then here we are discussing the different action with the help of an example. ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. പണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇതുപോലെയുള്ള ഒരു എക്സാമ്പിൾ. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. Here we are performing add R3, R1.
R3 ബ്രാക്കറ്റിലാണ് ഉള്ളത്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് എ മെമ്മറി ലൊക്കേഷൻ. കണ്ടന്റ് ഓഫ് R3 ഈസ് എ മെമ്മറി ലൊക്കേഷൻ. അപ്പം ആഡ് പെർഫോം ചെയ്യാനുള്ള 1 ഓപ്പറന്റ് മെമ്മറിയിൽ നിന്ന് നമ്മൾ എടുക്കണം. സെക്കൻഡ് ഓപ്പറന്റ് അവൈലബിൾ ഇൻ R1. ഇതാണ് നമ്മുടെ ഇൻഫർമേഷൻ. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. ബ്രാക്കറ്റില് ഇതിപ്പോ എങ്ങനെയുള്ളത്? ഇങ്ങനെയാണുള്ളത് അല്ലെ? R3 ഇൻഡയറക്റ്റ് ആണ്, വിച്ച് മീൻസ് R3യിൽ ഉണ്ടാവുന്നത് എന്തായിരിക്കും? ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. മെമ്മറി ലൊക്കേഷൻ സപ്പോസ് 1000 എന്ന് പറയുന്ന വാല്യൂ ആണ് മെമ്മറി. ഈ 1000ൽ ഒരു ഓപ്പറന്റ് ഉണ്ട്, 5 ആണ് ഓപ്പറന്റ് ഉണ്ടെന്ന് കരുതാം. അപ്പൊ കണ്ടന്റ് ഓഫ് R3 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1000 ആയിരിക്കും. കണ്ടന്റ് ഓഫ് R3 1000. ഇതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ R3 കാണുമ്പോൾ ഓർത്തിരിക്കുക, ഹിയർ കണ്ടന്റ് ഓഫ് R3 ഈസ് എ മെമ്മറി ലൊക്കേഷൻ. ഇൻ ദിസ് മെമ്മറി ലൊക്കേഷൻ വി ഹാവ് ദി ഓപ്പറന്റ്. ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായോ? R3 മീൻസ് അതൊരു മെമ്മറി ലൊക്കേഷൻ ആണ്. അവിടെ പോയിട്ട് നമ്മൾ ഓപ്പറന്റിനെ എടുക്കണം. ആൻഡ് ആഡിങ് വിത്ത് R1, കണ്ടന്റ് ഓഫ് രജിസ്റ്റർ R1, then placing the result again into R1. റിസൾട്ട് പ്ലേസ് ചെയ്യുന്നതും R1ലാണ്. ആ സീക്വൻസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം ദി മെമ്മറി. മെമ്മറിയിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം? പ്രോഗ്രാം കൗണ്ടർ വാല്യൂ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് പോകുന്നു. കണ്ടോ? കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിലാണ് ഉണ്ടാവുക. പ്രോഗ്രാം കൗണ്ടർ വാല്യൂ ഗോസ് ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. Then in order to fetch an instruction, it is passing a read signal. Read signal pass ചെയ്യുന്നു. Then ആ ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ വാല്യൂ എന്ത് ചെയ്യണം? ബൈ 4 ഇൻക്രിമെന്റ് ചെയ്യണം. സോ മൾട്ടിപ്ലക്സർ സെലക്ട് 4 ചെയ്യുന്നു, ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇൻക്രിമെന്റ് ചെയ്ത് വരുന്ന പ്രോഗ്രാം കൗണ്ടറിന്റെ മീൻസ് റിസൾട്ട് വീണ്ടും പ്രോഗ്രാം കൗണ്ടറിന്റെ ഇന്നിലേക്ക് കൊടുക്കുന്നു. വിച്ച് മീൻസ് ആഫ്റ്റർ ഫെച്ചിങ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വി ആർ അപ്ഡേറ്റിംഗ് ദി വാല്യൂ ഓഫ് പ്രോഗ്രാം കൗണ്ടർ. അത് ഓർത്തിരിക്കുക. ദെൻ ഇൻസ്ട്രക്ഷൻ കമ്മിങ് ഫ്രം ദി മെമ്മറി, എക്സ്റ്റേണൽ ബസ് എന്ന് വരുന്ന ഇൻസ്ട്രക്ഷൻ ഗോയിങ് ടു MDR, മെമ്മറി ഡാറ്റ രജിസ്റ്റർ. ദെൻ ഇറ്റ് ഈസ് ഗോയിങ് ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അപ്പൊ നമ്മുടെ ഈ ഇൻസ്ട്രക്ഷൻ ആഡ് R3, R1 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ എവിടെ എത്തി? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെത്തി. ആഫ്റ്റർ പെർഫോമിംഗ് 3 സ്റ്റെപ്സ്, ഈ 3 സ്റ്റെപ്പ് കഴിയുമ്പോഴേക്കും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെത്തി. ഇത് ക്ലിയർ ആണോ? നിവേദ്യ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നിവേദ്യ, ഋഷികേഷ്, നിവേദ്യ ഒന്ന് പറഞ്ഞ 3 സ്റ്റെപ്പ് എന്തായിരുന്നു? ഹെൽപ്പ് ചെയ്യാം. സർ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഫസ്റ്റ് PC-ന്റെ ഔട്ട് MARന്റെ ഇന്നിലേക്ക് കൊടുത്തിട്ട് അവിടുന്ന് റീഡ് സിഗ്നലായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഓക്കെ. ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് ഞാൻ പെട്ടെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ മെമ്മറി ഇതാണ്. നമ്മുടെ മെമ്മറി, ഈ മെമ്മറിയിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. സപ്പോസ് ആ ഇൻസ്ട്രക്ഷൻ ആഡ് R3, R1. ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. ഈ ഇൻസ്ട്രക്ഷൻ ഉള്ളത് മെമ്മറിയിൽ ഒരു ലൊക്കേഷൻ ആയിരിക്കും. സപ്പോസ് 2000 എന്ന് പറഞ്ഞ ലൊക്കേഷനാണ് ഉള്ളത്. അപ്പൊ ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ ആയതുകൊണ്ട് ഈ ഇൻസ്ട്രക്ഷൻ നമ്മൾ ഫെച്ച് ചെയ്തെടുക്കണം. കറന്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് എവിടെ ഉണ്ടാവുക? പ്രോഗ്രാം കൗണ്ടറിലാണ് ഉണ്ടാവുക. ദെൻ പ്രോഗ്രാം കൗണ്ടർ ഈ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? പ്രോഗ്രാം കൗണ്ടറിലുള്ള ഈ 2000 എന്ന് പറയുന്ന വാല്യൂ കമ്പ്യൂട്ടറിന് എന്ത് ഫെച്ച് ചെയ്യണേലും വി ഹാവ് ടു ഗോ ഫോർ മെമ്മറി അഡ്രസ് രജിസ്റ്റർ ആൻഡ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ. സോ ഈ അഡ്രസ് നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു? വി ആർ പ്ലേസിംഗ് ഇറ്റ് ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. അപ്പൊ അഡ്രസ് കിട്ടി. ഇനി റീഡ് സിഗ്നലും കൂടി പറഞ്ഞു കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് കിട്ടും. So we are providing read signal. Then we have to increment program counter value by 4. ഈ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നെക്സ്റ്റ് we are fetching instruction from 2004. Then we are fetching instruction from 2008.
കാരണം എല്ലാ ഇൻസ്ട്രക്ഷനും 4 ബൈറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രോഗ്രാം കൗണ്ടർ വാല്യൂ യൂസിങ് ഫോർ അത് 4 ബൈറ്റ് ഇൻക്രിമെന്റ് ചെയ്യുന്നു. ഇനി ഓർക്കുക, വി ആർ വെയിറ്റിംഗ് ഫോർ മെമ്മറി റൈറ്റ് ഫംഗ്ഷൻ ടു കംപ്ലീറ്റ്. മെമ്മറി ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്തു. ഈ ഇൻസ്ട്രക്ഷൻ ആഡ് R3 ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി എങ്ങോട്ട് വരും? മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്കാണ് വരിക. കണ്ടോ, ഇവിടെയാണ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ ഉള്ളത്. മെമ്മറി ഡാറ്റ രജിസ്റ്ററിലേക്ക് വരും. ദെൻ ആ ഇൻസ്ട്രക്ഷൻ ഇനി എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ്, കറന്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് ഇത്. ഇതിനെ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യുന്നു? ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ. പ്ലേസിംഗ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. അത് ഓർത്തിരിക്കുക. അപ്പൊ ക്ലിയർ ആയില്ലേ കുറച്ചുകൂടെ? സർ. ഓക്കെ, ഇനി നമ്മൾ പെർഫോം ചെയ്യേണ്ടത് ഇൻസൈഡ് ഇതിലുള്ള R3, R1 ആണ് നമ്മൾ പെർഫോം ചെയ്യേണ്ടത്. അതിൽ R3 നമ്മൾ പറഞ്ഞു, R3 റെപ്രസെന്റിങ് എ മെമ്മറി. ആ മെമ്മറിയിൽ പോയിട്ട് വി ഹാവ് ടു ഫെച്ച് ദി ഓപ്പറന്റ്. രണ്ടാമത്തെ ഓപ്പറന്റ് ഡയറക്റ്റ് ആയിട്ട് എവിടെയാണ് ഉള്ളത്? R1 ഉള്ളത്. സോ മെമ്മറിയിൽ പോയിട്ട് ഫെച്ച് ചെയ്യേണ്ടത് R3 കണ്ടന്റ്. നമ്മൾ പറഞ്ഞു R3 ഈസ് എ രജിസ്റ്റർ. അതിലൊരുള്ളത് ഒരു മെമ്മറി കണ്ടന്റ് ആണ്, 1000 എന്ന് പറഞ്ഞായിരുന്നു. സോ 1000 ലൊക്കേഷനിൽ പോയിട്ട് ഫസ്റ്റ് ഓപ്പറന്റിനെ ഫെച്ച് ചെയ്യണം. R3 ഔട്ട് ഗോസ് ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. വി ആർ പെർഫോമിംഗ് റീഡ് ഓപ്പറേഷൻ. ആ ഡാറ്റയിലെ എന്താണോ അതിനെ റീഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ റീഡ് സിഗ്നൽ പ്ലേസ് ചെയ്തു. അതേ സമയത്ത് രണ്ടാമത്തെ ഓപ്പറന്റ് R1 ഔട്ട് Y ഇന്നിൽ പോയി. കണ്ടോ, രണ്ടാമത്തെ ഓപ്പറന്റ് Y ഇൻ മൾട്ടിപ്ലക്സറിൽ ത്രൂ ഇൻപുട്ട് എയിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഓപ്പറന്റ് റിസൈഡ്സ് ഇൻ R1 കംസ് ഇൻ ടു ഫസ്റ്റ് ഇൻപുട്ട് ഓഫ് ALU എയിൽ എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ ഓപ്പറന്റ് എവിടെ നിന്ന് വരണം? മെമ്മറിയിൽ നിന്ന് വരണം. സോ MDR ഔട്ട് എന്ന് പറയുമ്പോൾ മെമ്മറിയിൽ നിന്ന് അത് വന്നു. MDR ഔട്ട് ദെൻ സെലക്ട് Y, ഓൾറെഡി വന്ന A എന്ന് പറയുന്ന സിഗ്നലും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? അഡീഷൻ പെർഫോം ചെയ്തു. ദെൻ റിസൾട്ട് ഗോസ് ടു Z രജിസ്റ്ററിൽ റിസൾട്ട് വന്നു. ഫൈനലി വി ആർ സ്റ്റോറിംഗ് ദി റിസൾട്ട് ഇൻ ടു രജിസ്റ്റർ R1. റിസൾട്ടും R1 വേണ്ടത്. സോ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു? റിസൾട്ട് R1 സ്റ്റോർ ചെയ്യുന്നു. ഇപ്പൊ ക്ലിയർ ആയോ? ഹൗ ടു പെർഫോം ആഡ് മെമ്മറിയിലെ ഡാറ്റ R1. ക്ലിയർ ആണോ? രോഹിത്, സിഷാജ്, സങ്കീർത്തന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ രോഹിത്, ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരിക്കുക. സ്ക്രീൻഷോട്ട് ചെയ്യുക, എക്സാമിന് ചിലപ്പോൾ ചോദിക്കും. In first 3 stage, we are fetching instruction from the memory. Second and third stage നമ്മൾ fetching first operand from the memory. കാരണം address of R3 എന്ന് നെക്സ്റ്റ് പോയതാണ്. ഫസ്റ്റ് ഓപ്പറന്റ് ഡയറക്റ്റ് ആയിട്ട് മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററിൽ നിന്ന് വരും. ദെൻ സെക്കൻഡ് ഓപ്പറന്റ് എവിടെ നിന്ന് വരുന്നു? മെമ്മറിയിൽ നിന്ന് വരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. അറ്റൻഡൻസ് എടുക്കാൻ പോകുന്നതിലുള്ളൂ. വെയിറ്റ് ചെയ്യും.
ഞാൻ അറ്റൻഡൻസ് എടുത്തോളാം, ഒന്ന് വെയിറ്റ് ചെയ്യാം, ഒന്ന് ലോഗിൻ ആയിട്ട്.